ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പത്മകുമാറാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണത്തെ ചെമ്പാക്കിയ രേഖകൾ തയ്യാറാക്കിയത് അതിന് ശേഷമാണ്. 2019 ഫെബ്രുവരിയിലാണ് കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചതായി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയെന്നും SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് CPIM. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി ഇനി SIT രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന ചില പരാമർശങ്ങൾ വന്നതോടെയാണ് ഈ നീക്കം. ശബരിമല ശ്രീകോവിലിലെ കട്ടിലപ്പാലയുടെയും ദ്വാരപാലക ശില്പപാളികളുടെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമെന്നാണ് മൊഴി. പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത ചില രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴിയുമാണ്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥരെയും വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. ഉദ്യോഗസ്ഥർ തന്ന രേഖപ്രകാരമാണ് നടപടിയെടുത്തതെന്ന് പത്മകുമാർ പറയുന്നു. പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയതായും SIT പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിനെ റിമാൻഡിൽ വിട്ടത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയത്. പിന്നീട് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പത്മകുമാറിനെ കൊണ്ടുപോയി. ഈ വിഷയത്തിൽ അടുത്ത വിക്കറ്റും പോയി എന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ പ്രതികരണം. അടുത്ത വിക്കറ്റും പോയി, പത്മകുമാർ അറസ്റ്റിൽ, പറഞ്ഞത് ഒന്നും മാറുന്നില്ല. ഇനി സ്റ്റമ്പ് ധരിക്കാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെയാണ്. വാസുവിൽ നിന്ന് ഇനി വാസവനിലേക്ക് അധിക ദൂരം ഇല്ല. അമ്പലക്കള്ളന്മാരാണ് CPM. സ്വാമിയെ ശരണമയ്യപ്പ. ഇതാണ് അബിൻ വർക്കിയുടെ കുറിപ്പ്. കേസിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞത്. കേസിൽ കടകംപള്ളിക്ക് പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ശുപാർശ ചെയ്തില്ല? കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. സുധാകരൻ പറയുന്നത് ശബരിമലയിലെ കൊള്ളയ്ക്ക് പിണറായി ടച്ച് ഉണ്ടെന്നും കൊള്ളയുടെ ഒരു പങ്ക് പിണറായിക്ക് പോയിട്ടുണ്ട് എന്നുമാണ്. പത്മകുമാറിനെ തട്ടിപ്പ് നടത്താൻ പിന്തുണയായത് പിണറായിയുടെ സഹായം തന്നെയാണ്. നെറുകെട്ട കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായതെന്നും സുധാകരൻ പറയുന്നു. മുൻ കോന്നി MLA കൂടിയായ പത്മകുമാർ CPMന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ മുഖങ്ങളിലൊന്നാണ്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കിട്ടാത്തതിന്റെ പേരിൽ പരസ്യ പ്രതികരണവുമായി പത്മകുമാർ രംഗത്ത് വന്നിരുന്നു. അതും ഏറെ വിവാദമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അന്വേഷണ സംഘം മന്ത്രി വാസവനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പറയുന്നത്.